ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സ്വദേശ് മെഗാ ക്യൂസ് UPHS-HSS വിഭാഗം ജില്ലാതലത്തിലേക്ക് ആവശ്യമായ മോഡൽ ചോദ്യങ്ങൾ അടങ്ങിയ ക്യൂസ് വീഡിയോയിലേക്ക് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡൽഹി ഭരിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ, ബഹദൂർ ഷാ സഫർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ മുഗൾ ചക്രവർത്തിയെ നാടുകടത്തിയത് എങ്ങോട്ടേക്കായിരുന്നു? ബർമ്മ, ഇന്നത്തെ മ്യാൻമർ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? ഡഫറിൻ പ്രഭു, ലോർഡ് ഡഫറിൻ. കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? A.O. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. പ്രബുദ്ധരായ ബംഗാളി ജനതയെ തമ്മിലടിപ്പിക്കാനായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടി എന്തായിരുന്നു? ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലായ സമയത്തെ വൈസ്രോയി ആര്? മിന്റോ പ്രഭു. മിന്റോ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലായത് എന്നാണ്? 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടപ്പിലായ ദിവസം രാജ്യത്തെ ജനങ്ങൾ എന്തായാണ് ആചരിച്ചത്? ദേശീയ വിലാപ ദിനം. ബംഗാൾ വിഭജനം നടപ്പാക്കിയ കാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രണ്ടായി പിളർന്ന സമ്മേളനം ഏത്? 1907 സൂറത്ത് സമ്മേളനം. താഴെ പറയുന്നവരിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ദാദാഭായ് നവറോജി, ഗോഖലെ, തിലകൻ, ഫിറോസ് ഷാ മെഹ്ത. തിലകൻ, ബാലഗംഗാധര തിലകൻ. താഴെ പറയുന്നവരിൽ തീവ്രവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ലാലാ ലജ്പത് റായ്, അരബിന്ദോ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ, WC ബാനർജി. WC ബാനർജി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രസിദ്ധമായ ബഹിഷ്കരണ പ്രമേയം അംഗീകരിക്കപ്പെട്ടത് എന്നാണ്? 1905 ആഗസ്റ്റ് 7. തുടർച്ചയായ ബഹിഷ്കരണ സമരങ്ങൾക്കൊടുവിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ബംഗാൾ വിഭജനത്തിന് എതിരായ സമരകാലത്ത് ആവേശം പകർന്ന മുദ്രാവാക്യം ഏതാണ്? വന്ദേ മാതരം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ഏതു വർഷമാണ്? 1911 കോൺഗ്രസ് സംഘടനയിലെ പിളർപ്പ് ബ്രിട്ടീഷുകാർക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ഏതു സമ്മേളനത്തിലാണ്? 1916 ലഖ്നൗ സമ്മേളനത്തിൽ വെച്ച്. ഗാന്ധിജി ചമ്പാരനിലെ നീലം കർഷകർക്കായി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതു വർഷമാണ് ഉണ്ടായത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് തന്റെ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എന്നാണ്? 1916 മെയ് മാസം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ 21 വർഷക്കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി മുംബൈയിൽ കപ്പലിറങ്ങിയത് എന്നാണ്? 1915 ജനുവരി 9. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടത് എന്നാണ്? 1916 ഡിസംബർ 26 ലഖ്നൌവിൽ വെച്ച്. വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലിടാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ നിയമം ഏത്? റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടെ നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കുപ്രസിദ്ധമായ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് നിസ്സഹകരണ സമരം ആരംഭിച്ചത് ഏതു വർഷമാണ്? 1920 ഇന്ത്യയെ അറിയാൻ സ്വദേശ് മെഗാ ക്വിസ്. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ 1922 ഫെബ്രുവരി 5-ന് 3000-ഓളം കർഷകർ നടത്തിയ കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ വെടിവെച്ചപ്പോൾ അവർ പോലീസ് സ്റ്റേഷന് തീയിട്ട് 22 പോലീസുകാർ മരിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. 1922 ഡിസംബറിൽ മോട്ടിലാൽ നെഹ്റു ആരുമായി ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്. ഭൂനികുതി വർധനവിനെതിരായി സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരത്തിന്റെ പേരെന്ത്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹ സമരത്തിൽ വല്ലഭഭായ് പട്ടേലിന്റെ നേതൃത്വത്തെ ആദരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ ബഹുമതി എന്താണ്? സർദാർ. ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള നഗരമാണ് അലഹബാദ്. നെഹ്റു അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായ വർഷം ഏതാണ്? 1923. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായത് ഏത് വർഷമാണ്? 1924 ബലഗാവി സമ്മേളനത്തിൽ. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1929 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച പ്രധാന പ്രമേയമെന്ത്? പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജിന് വേണ്ടിയുള്ള പ്രമേയം കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജി. ഗാന്ധിജിയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് എന്ന് എവിടെ വെച്ചായിരുന്നു? ലാഹോർ സമ്മേളനത്തിൽ 1929 ഡിസംബർ 31 അർദ്ധരാത്രി. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ദണ്ഡിയാത്ര സബർമതിയിൽ നിന്ന് ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12 ആരംഭിച്ചു. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ ഭടന്മാരാണ് ഉണ്ടായിരുന്നത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട 78 പേർ. ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ നേതാക്കളുമായുള്ള 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേയൊരു ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാണ്? 1942 ആഗസ്റ്റ് 8 തീരുമാനിച്ചു. 9 സമരം ആരംഭിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലച്ച സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമരം ഏതായിരുന്നു? ബോംബെ നാവിക കലാപം. ബോംബെ നാവിക കലാപം ഉണ്ടായത് എന്നായിരുന്നു? 1946 ഫെബ്രുവരി മാസം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ 1947 ഫെബ്രുവരി 20 പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ആറ്റ്ലി പ്രഖ്യാപനം എന്ന് ഇത് അറിയപ്പെടുന്നു. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇന്ത്യയുടെ വിഭജന സമയത്ത് ആരായിരുന്നു വൈസ്രോയി? നിങ്ങളുടെ ഉത്തരം കമന്റ്സിൽ എഴുതൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.